പിണറായി വിജയൻ കേരളം ഭരിക്കുകയാണ്. 22ാമത്തെ മുഖ്യമന്ത്രിയായി സഖാവ് പിണറായി വിജയൻ കേരളം ഭരിക്കുന്നു. കേരളത്തിൽ 21 തവണ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. 21ാമത്തെ മുഖ്യമന്ത്രി 2016 മുതൽ 2021 വരെയുള്ള പിണറായി വിജയന്റെ സർക്കാരാണ്. 22ാമത്തെ മുഖ്യമന്ത്രിയും പിണറായി വിജയന്റെ സർക്കാരാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ചെമ്മട്ടങ്ങാടിയിലെ നല്ലവരായ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരോട് പറയുന്നത്, കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി, പ്രഥമ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് മുതൽ ഈ പറയുന്ന പിണറായി വിജയൻ വരെയുള്ള 22 മുഖ്യമന്ത്രിമാർ ഈ കേരളം ഭരിക്കുമ്പോൾ അതിൽ 20ാമത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറാണ്. ഞാനും നിങ്ങളും കണ്ട മുഖ്യമന്ത്രിയാണ്. 2016 മെയ് മാസത്തിൽ അധികാരത്തിന്റെ ഇടനാഴിക വിട്ട് അദ്ദേഹം നടന്നു പോകുമ്പോൾ കേരളത്തിന്റെ 20ാമത്തെ മുഖ്യമന്ത്രി, EMS മുതൽ കേരളത്തിന്റെ 20 മുഖ്യമന്ത്രിമാരുള്ള നീണ്ട 60 വർഷക്കാലം ഈ കേരളത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഭരിച്ചു. ഞാൻ പറഞ്ഞതുപോലെ EMS ഭരിച്ചു, നായനാർ ഭരിച്ചു, പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ഭരിച്ചു, AK ആന്റണി ഭരിച്ചു, അതുപോലെ തന്നെ വിവിധങ്ങളായ നേതാക്കന്മാർ ഭരിച്ചു. മഹാനായ CH 54 ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. 60 വർഷം നീണ്ട കേരളത്തിന്റെ ചരിത്രത്തിലെ ഈ 60 വർഷം എന്ന് പറയുന്നത് ഒരു പുതിയ കേരളത്തിന്റെ നിർമ്മിതിയാണ്. സഖാവ് EMS നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയായി വരുമ്പോ എന്താണ് കേരളം എന്ന് ചോദിച്ചാൽ ഒരു കരിമ്പും ചെണ്ടിക്കണക്ക് ബ്രിട്ടീഷുകാരൻ ചവച്ചു തുപ്പിയ ഒരു ഭൂമിക മാത്രമായ കേരളം. ആ കേരളത്തിൽ റോഡില്ല, തോടില്ല, വൈദ്യുതിയില്ല, സ്കൂളുകളില്ല, നഴ്സറികളില്ല, മറ്റു സംവിധാനങ്ങളൊന്നുമില്ല. അതെല്ലാം നിർമ്മിച്ചത് നമ്മൾ ഒരുമിച്ചാണ്. മാറി മാറി വന്ന മുഖ്യമന്ത്രിമാർ, കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്, കോൺഗ്രസ്സുകാരനുണ്ട്, CPI കാരനുണ്ട്, ലീഗുകാരുണ്ട്, നമ്മളെല്ലാവരും ഈ മലയാളക്കരയെ നിർമ്മിച്ചു. 60 വർഷം കൊണ്ട് നമ്മൾ റോഡുണ്ടാക്കി, തോടുണ്ടാക്കി, പാലമുണ്ടാക്കി, കോളേജുകൾ ഉണ്ടാക്കി, യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി, സ്കൂളുകൾ ഉണ്ടാക്കി, സകല സൗകര്യങ്ങളും ചെയ്തു. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് 60 വർഷം കൊണ്ട് ഈ നവകേരളത്തെ നമ്മൾ ഉണ്ടാക്കിയപ്പോ ഈ കേരളത്തിന്റെ ആകെ ബാധ്യത എന്ന് പറയുന്നത് 1.75 ലക്ഷം കോടി രൂപയാണ്. ഈ പറയുന്ന 20 മുഖ്യമന്ത്രിമാർ 60 വർഷം ഭരിച്ചപ്പോ മലയാളക്കരയുടെ കടബാധ്യത എന്ന് പറയുന്നത് 1.75 ലക്ഷം കോടി രൂപയാണ്. എന്നാൽ 10 വർഷം പൂർത്തീകരിക്കുന്ന പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഖാവെ, നീ കേൾക്കണം, നിന്റെ EMSഉം നിന്റെ നായനാരും ഉൾപ്പെടെ നമ്മളെല്ലാവരും 60 കൊല്ലം ഈ കേരളം ഭരിച്ചപ്പോ ആകെ ഉണ്ടായിരുന്ന കടം 1.75 ലക്ഷം കോടി രൂപയാണെങ്കിൽ കേവലം 10 വർഷം കൊണ്ട് പിണറായി വിജയൻ മലയാളക്കരയ്ക്ക് നൽകിയിട്ടുള്ള കടബാധ്യത എന്ന് പറയുന്നത് 4.3 ലക്ഷം കോടി രൂപയാണ്. ആ 10 വർഷം കൊണ്ട് 4.3 ലക്ഷം കോടി രൂപ 60 വർഷം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ലീഗുകാരനും നമ്മളെല്ലാവരും 60 കൊല്ലം മലയാളക്കര ഭരിച്ചപ്പോ കേരളത്തിന്റെ ആകെ കടമെന്ന് പറയുന്നത് 1.75 ലക്ഷം കോടി രൂപയാണ്. ഈ ഭരണം എത്രമേൽ വലിയ ധൂർത്താണ് നടത്തുന്നത് എന്ന് തിരിച്ചറിയാൻ ഈ ഒരൊറ്റ കണക്ക് മാത്രം മതി. 2024 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിൽ വന്ന യൂത്ത് ലീഗിന്റെ പ്രതിനിധി എന്ന രീതിയിൽ ഞങ്ങൾ വെറുതെ പറഞ്ഞു പോവുകയല്ല. രാജ്യത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 2024 മാർച്ച് മാസത്തെ കണക്ക് വെച്ച് ഈ പറയുന്ന 10 വർഷം കൊണ്ട് കേരളത്തിന്റെ കടബാധ്യത എന്ന് പറയുന്നത് 4.3 ലക്ഷം കോടി രൂപയാണ് എന്ന് കണക്കുകൾ പറയുകയാണ്. നോക്കൂ, നിങ്ങളൊക്കെ ജീവിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. ഉമ്മൻചാണ്ടി സാർ ഭരിക്കുമ്പോൾ കേരളത്തിൽ എന്തെല്ലാം പദ്ധതികളുണ്ടായി. ഈ പറയുന്ന ഈ 60 വർഷത്തെ കേരളത്തിന്റെ കടബാധ്യതയുടെ ഇരട്ടി കടബാധ്യത 10 വർഷങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മലയാളിക്ക് വേണ്ടി എന്തു ചെയ്തിട്ടാണ് ഈ കടബാധ്യത ഉണ്ടായത്? എന്ത് ബിഗ് പ്രോജക്റ്റ് ആണ് കേരളത്തിൽ ഉണ്ടായത്? പിണറായിയുടെ 10 വർഷക്കാലം കൊണ്ട് എന്ത് പദ്ധതി ഉണ്ടായി? നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടി സാറിന്റെ സ്വപ്ന പദ്ധതിയാണ്. അത് വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടി സാറിന്റെ പദ്ധതിയാണ്. അതുപോലത്തെ ഒരു വിഴിഞ്ഞം പദ്ധതി കേരളത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല. നോക്കൂ നിങ്ങൾ, കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടി സാറിന്റെ സ്വപ്ന പദ്ധതിയാണ്. മറ്റൊരു മെട്രോ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കണ്ണൂർ എയർപോർട്ട് ഉമ്മൻചാണ്ടി സാറിന്റെ സ്വപ്ന പദ്ധതിയാണ്. മറ്റൊരു എയർപോർട്ട് ഈ 10 വർഷം കൊണ്ട് കേരളക്കരയിൽ ഉണ്ടായിട്ടില്ല. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ നമ്മൾ 140 നിയോജക മണ്ഡലങ്ങളിലും, നിങ്ങളുടെ നിയോജക മണ്ഡലത്തിന്റെ മുൻ MLA ആയിരുന്ന മന്ത്രിയായിരുന്ന PK അബ്ദുൾ റബ്ബ് സാഹിബ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പായി നിൽക്കുമ്പോൾ നമ്മൾ തീരുമാനിച്ചു എല്ലാ നിയോജക മണ്ഡലത്തിലും ഒന്നെങ്കിൽ ഗവൺമെന്റ് കോളേജ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജ് വേണമെന്ന് തീരുമാനിച്ചത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്താണ്. അങ്ങനെ കൊണ്ടുവന്നു, നമ്മൾ എല്ലായിടത്തും കോളേജ് കൊണ്ടുവന്നു. എന്നാൽ 10 വർഷം കൊണ്ട് ഒരു സർക്കാർ കലാലയം കൊണ്ടുവരാൻ ഈ പറയുന്ന പിണറായി സർക്കാരിന് സാധ്യമായിട്ടില്ല. +2 പുതിയ ബാച്ച് അനുവദിച്ചത് നമ്മളൊക്കെ നിരന്തരം സമരത്തിലാണ്, പോരാട്ടത്തിലാണ്. എല്ലാ അക്കാദമിക് ഇയറിന്റെ ആദ്യത്തിലും നമ്മുടെ കുട്ടികളൊക്കെ വലിയ അങ്കലാപ്പിലാണ്. എന്നാൽ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് PK അബ്ദുൾ റബ്ബ് ചിലവാക്കി, PK അബ്ദുൾ റബ്ബ് ഈ +2 പുതിയ സീറ്റ് അനുവദിച്ചത് ഒഴിവെച്ചാൽ ഈ 10 വർഷം കൊണ്ട് സ്ഥിരം ബാച്ച് അനുവദിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇവിടുന്ന് പോയല്ലോ നിങ്ങളുടെ MLA പ്രിയപ്പെട്ട മജീദ് സാഹിബ്.
അതിനു മുൻപ് MLA ആയിരുന്നല്ലോ PM ഇസ്ലാം സാഹിബ് കോഴിക്കോട് സൗത്തിൽ. എത്രയാണ് അന്ന് ആസ്തി വികസന ഫണ്ട്, MLA മാരുടെ ഫണ്ട് ഉപയോഗിച്ച് റോഡ് ഉണ്ടാക്കും, തോടുണ്ടാക്കും, നഴ്സറി ഉണ്ടാക്കും, ഇടവഴികൾ ഉണ്ടാക്കും, കുടിവെള്ള പദ്ധതി ഉണ്ടാക്കും. അതിന് എത്രയാണ് ഒരു വർഷം ചെലവഴിക്കുക? PM ഇസ്ലാം സാഹിബ് MLA ആവുന്ന കാലത്ത് 3 കോടി രൂപയാണ് ആസ്തി വികസന ഫണ്ട്. എന്നാൽ KP മജീദ് സാഹിബ് MLA ആകുമ്പോൾ 5 കോടി രൂപയാണ് ആസ്തി വികസന ഫണ്ട്. എന്താ മാറ്റം ഉണ്ടായത്? അതിനിടയിൽ ഉമ്മൻചാണ്ടി സാർ ഭരിച്ചു. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചു 3 കോടിയിൽ നിന്ന് 5 കോടിയായി MLA മാരുടെ ആസ്തി വികസന ഫണ്ട് മാറ്റണമെന്ന്. ആ 5 കോടിയിൽ നിന്ന് 5 കോടി 1 രൂപയാക്കി മാറ്റാൻ 10 വർഷമായി ഈ പിണറായി വിജയൻ ഗവൺമെന്റിന് സാധ്യമായിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഒരു പുതിയ പദ്ധതിയില്ല, ഒരു പുതിയ പ്രോജക്റ്റ് ഇല്ല. തറക്കല്ലുകൾക്കപ്പുറത്തേക്ക് ഒരു പുതിയ പദ്ധതിയും കമ്മീഷൻ ചെയ്തിട്ടില്ല 10 വർഷത്തിനിടയിൽ. പക്ഷേ 60 വർഷക്കാലത്തെ കേരളത്തിന്റെ ആകെ കടമെന്ന് പറയുന്നത് 1.75 ലക്ഷം കോടി രൂപയാണെങ്കിൽ 9.5 വർഷം കഴിഞ്ഞ് 10ാമത്തെ വർഷം പൂർത്തീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ കേരളത്തിന്റെ കടം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം 4.3 ലക്ഷം കോടി രൂപയാണ്. അത്രമേൽ തകർന്നു പോയ ഒരു ഭരണകൂടമായി പിണറായി വിജയന്റെ ഭരണകൂടം മാറി. നോക്കൂ നിങ്ങൾ, ഒരു യാത്രക്ക് ചെലവഴിച്ചത് 100 കോടി രൂപ. ഈ നിയമസഭാ സമ്മേളനത്തിൽ ചോദിച്ചു, എത്രയാണ് നവകേരള യാത്രയുടെ ചിലവ്, നിങ്ങൾ നടത്തിയ ബസ്സിൽ നടത്തിയ യാത്രയുടെ ചിലവ് എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ ഈ നിയമസഭാ സമ്മേളനത്തിൽ MLA മാർക്ക് കൊടുത്ത മറുപടി കണക്ക് ക്രോഡീകരിച്ചിട്ടില്ല എന്നാണ്. എന്ന് വെച്ചാൽ അമ്മ അതിൽ അടിച്ചു മാറ്റിയത്. ഇപ്പോഴും കണക്ക് ക്രോഡീകരിച്ചു തീർന്നിട്ടില്ല. 2 വർഷം മുമ്പ് നടന്നൊരു യാത്രയുടെ ചെലവ് പറയാൻ പോലും ഈ ഗവൺമെന്റിന് സാധ്യമല്ലാത്ത വിധം അത്രമേൽ വലിയ കൊള്ള നടത്തിയ ഒരു ഗവൺമെന്റ്. നോക്കൂ നിങ്ങൾ, 15 കോടി രൂപക്കാണ് ഈ ഒരു ചിത്രങ്ങൾ, ഫ്ലക്സ് ബോർഡുകൾ മാത്രം, ഒരു മുഖ്യമന്ത്രിയുടെ ഫ്ലക്സ് ബോർഡ് വെക്കാൻ വേണ്ടി മാത്രം ചെലവഴിച്ചത് 15 കോടി രൂപയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. സഖാവേ, നിന്നോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. EMS ഇരുന്ന കസാരയല്ലേ, നായനാർ ഇരുന്ന കസാരയല്ലേ, ഞങ്ങളുടെ നേതാക്കന്മാരല്ലോ, നിന്റെ നേതാവല്ലേ ഇങ്ങനെ ചെലവഴിച്ചൊരു മുഖ്യമന്ത്രി? കേരളത്തിന്റെ 22 മുഖ്യമന്ത്രിമാരിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന് പറയാതിരിക്കാനാവില്ല. നോക്കൂ നിങ്ങൾ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് പാല് കുടിക്കാൻ വലിയ ഇഷ്ടമാണ്. അത്ര പശുവിന്റെ പാലാണ് ആ കുട്ടി കുടിക്കൊള്ളൂ എന്നാ പറയാം. നമ്മൾ പശുവിന്റെ പാല് വീണ വിജയൻ അദ്ദേഹത്തിന്റെ പേരക്കുട്ടി കുടിക്കുന്നതിൽ നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളെ നാട്ടിലൊക്കെ പോരക്കുട്ടിക്കോ അല്ലെങ്കിൽ കുട്ടിക്കോ ഇത്തരത്തിൽ പശുപാല് കുടിക്കാൻ തോന്നിയാൽ നമ്മൾ ചെയ്യുക, ഒന്നെങ്കിൽ അയൽപക്കത്ത് നിന്ന് പാല് വാങ്ങും, അല്ലെങ്കിൽ കേരളത്തിന്റെ സ്വന്തം മിൽമയുണ്ട്, മിൽമയിൽ നമ്മൾ പാല് വാങ്ങും. പക്ഷെ പിണറായി വിജയൻ ചെയ്തത് 1/2 കോടി രൂപ ചെലവഴിച്ചിട്ട് ഒരു 4 പശുവിനെ ഒരു തഴുത്തുണ്ടാക്കി. കാരണം അദ്ദേഹത്തിന്റെ പൈസ അല്ലല്ലോ, നാട്ടുകാരെ പൈസ അല്ലേ. ഇങ്ങനെ ദൂർത്തടിക്കുന്ന ഒരു ഗവൺമെന്റ് പേരക്കുട്ടിക്ക് പാല് കൊടുക്കാൻ 4 പശുവിനെ വാങ്ങിയ കേരളത്തിന്റെ ചരിത്രത്തിലെന്നല്ല ലോക ചരിത്രത്തിലെ ഒരു ഭരണാധികാരിയുടെ പേരായിരിക്കും പിണറായി വിജയൻ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയിൽ. അത്രയേറെ ഒരു നാടിനെ കട്ടുമുടിച്ചു കൊണ്ടുപോകുന്ന ഒരു ഭരണാധികാരി. ഇനി അദ്ദേഹം അങ്ങനെ കട്ടുപിടിച്ച് പോവാണെങ്കിൽ നമുക്ക് ആലോചിക്കാലോ, തൊഴിലുണ്ടോ ഈ നാട്ടിൽ? ഇവിടെയൊക്കെ ചെറുപ്പക്കാരുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ 2-3 മാസമായി നമ്മൾ നടത്തുന്ന ക്യാമ്പയിൻ എന്താണ്? MDMA-ക്കെതിരെ, സിന്തറ്റിക് ഡ്രഗ്സുകൾക്കെതിരെ വലിയ ക്യാമ്പയിനാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരികളും ഇത്തരത്തിലുള്ള ഡ്രഗ്സുകൾക്കെതിരെ പോകുന്നത്? അതിനെക്കുറിച്ച് പരിശോധന ഉണ്ടാകണ്ടേ? എന്തുകൊണ്ട് അങ്ങനെ പോകേണ്ടി വരുന്നത്? എന്താ ഈ ചെറുപ്പക്കാർ അങ്ങനെ ആവാനുള്ള കാരണം? അവരുടെ കുഴപ്പമാണോ? അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? നോക്കൂ നിങ്ങൾ, ഈ രാജ്യത്ത് തൊഴിൽ നൽകേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ഗവൺമെന്റിൻ്റെതാണ്. അതിന് PSC ഉണ്ട്, അതിന് മറ്റു സംവിധാനങ്ങളുണ്ട്. പക്ഷേ എല്ലാത്തിനെയും നോക്കുകുത്തിയാക്കി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോൾ, ഉമ്മൻചാണ്ടി സാറ് കേരളം ഭരിച്ച് താഴെ ഇറങ്ങുമ്പോൾ കേരളത്തിന്റെ യൂത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ഇവിടുത്തെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന 100 പേരുണ്ടെങ്കിൽ 22 പേർക്ക് തൊഴിലില്ലായ്മയുള്ളൂ, ബാക്കി 78 പേർക്ക് തൊഴിലുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത്. ഇത് ഞങ്ങൾ വെറുതെ പറഞ്ഞു പോവുകയല്ല. നിങ്ങളുടെ CPM-ന്റെ DYFI-യുടെ പ്രവർത്തകന്മാരോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഫോൺ നിങ്ങൾ സെർച്ച് ചെയ്തോ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, അവിടെ യൂത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് അതിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ പരിശോധിക്കുക. എന്നാൽ പിണറായി വിജയൻ 10 വർഷക്കാലം കേരളം ഭരിച്ചപ്പോ കേരളത്തിലെ യൂത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എത്രയെന്നറിയോ? 44%. 44%. ഈ തെരുവിൽ പണിയില്ലാത്ത ചെറുപ്പക്കാർ 100 പേരുണ്ടായാൽ അതിൽ പകുതിയും പണിയില്ലാത്ത ചെറുപ്പക്കാർ. അവരാണ് ഇത്തരം ഡ്രഗ്സുകൾക്ക് പിറകെ പോകുന്നത്, അവരാണ് ഇത്തരം അപകടകരമായ വഴികളിലേക്ക് പോകുന്നത്. അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആരുടേതാണ്? ഇവിടുത്തെ ഗവൺമെന്റിന്റേതാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാതെ പരാജയപ്പെട്ടു പോകുന്ന ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറുകയാണ്. തൊഴിലില്ലായ്മ കൊണ്ട് ചെറുപ്പക്കാരെല്ലാവരും വീർപ്പം മുട്ടുന്ന ഒരു നാടായി ഈ കേരളം മാറുകയാണ്. ഇനി അങ്ങനെ ഒരു ഗവൺമെന്റ് തൊഴിൽ കൊടുത്തില്ലെങ്കിൽ നോക്കൂ നിങ്ങൾ, ഇവിടുത്തെ PDA-യിലൊക്കെ ജോലിക്ക് നിൽക്കുന്ന സാധാരണ ആളുകൾ ഒരു 700 രൂപ 800 രൂപ കൂലിപ്പണിക്ക് പോയാൽ, ഒരു 1000 രൂപ പെയിന്റ് പണിക്ക് പോയാൽ ഒരു 1000 രൂപ ഒക്കെ വെച്ച് ജീവിക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാണോ കേരളം? അല്ലല്ലോ.
പച്ചവെള്ളത്തിന് തീ പിടിച്ച വിലയാണ് കേരളത്തിൽ. 1000 രൂപയുമായി ചെമ്മട്ടങ്ങാടിയിലേക്ക് വന്ന് വീട്ടിലേക്കുള്ള സാധനം വാങ്ങാന്ന് വെച്ചാൽ ഒരാഴ്ചക്കുള്ള സാധനങ്ങൾ തികച്ചു വാങ്ങാൻ കഴിയാത്തവരാണ്. നിങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നോക്കൂ, കേരളത്തിൽ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഒരു സ്ട്രാറ്റജിക്സ് ഉണ്ട്. രാജ്യത്ത് വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജിക്സ്, ആ സ്ട്രാറ്റജിക്സ് എന്ന് പറയുന്നത് CPI എന്നാണ്. CPM കാരണം നിന്റെ മുന്നണിയിലെ CPI അല്ല, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നാണ് അതിന്റെ പേര്. രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങൾ 28 സംസ്ഥാനങ്ങളെ കുറിച്ചും അവർ പഠിക്കാൻ. എന്നിട്ട് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഏജൻസിയാണ്. അതിൽ പറയാൻ ഓരോ മാസവും വിലക്കയറ്റത്തെക്കുറിച്ച്, ജീവിക്കാൻ കഴിയാത്ത അത്രയും പൊറുതിമുട്ടുന്ന സംസ്ഥാനങ്ങൾ ഏതാണ് എന്ന് പഠിക്കുന്ന ഏജൻസിയുടെ പേരാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആ CPI എന്ന് പറയുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ കണക്ക് പ്രകാരം 2025 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള, ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അസഹനീയമായ വിലക്കയറ്റമുള്ള നാടിന്റെ പേര് കേരളം എന്നാണ്. 2025 ജനുവരി മാത്രമല്ല, ഫെബ്രുവരിയിൽ കേരളം, മാർച്ചിൽ കേരളം, ഏപ്രിൽ കേരളം, മെയ്യിൽ കേരളം, എന്തിനേറെ ഈ ഓഗസ്റ്റ് വരെ കേരളമാണ്. സെപ്റ്റംബറിലെ റിപ്പോർട്ട് വന്നിട്ടില്ല, ഈ മാസേ വരൂ. നോക്കൂ നിങ്ങൾ, UPക്ക് പിറകെ, ഗുജറാത്തിന് പിറകെ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പിറകെ, അവിടെയൊന്നും ജനങ്ങളെ സംബന്ധിച്ച് ഇത്ര തീ പിടിക്കുന്ന വിലയില്ല. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരം നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ കേരളം മാറിയിരിക്കുന്നു. ഇനി പട്ടിണി കടന്നു ജീവിക്കാം എന്ന് കരുതിയാൽ, ഇവിടെ യൂത്ത് ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് റസാഖ് സാഹിബ് ഒക്കെ ഇരിക്കുന്നുണ്ട്. പട്ടിണി കടന്നു ജീവിക്കാം എന്ന് വിചാരിച്ചാൽ കേരള പോലീസ് പുറയിൽ കയറി തല്ലിക്കൊല്ലുന്ന ഒരു കാലാണ്. അത്ര വലിയ ഇടങ്ങേറാണ്. നിങ്ങൾക്കറിയാം, തിരുരങ്ങാടി പോലീസ് ഇവിടെ തന്നെയല്ലേ നമ്മൾ നീതി ചോദിച്ചുകൊണ്ട് വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്? തൊട്ടപ്പുറത്ത് താന്നൂരിലല്ലേ താമിർ ജഫ്രി കൊലപാതകം ഉണ്ടായത്? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ നിയോജക മണ്ഡലത്തിലല്ലേ? ഈ പരിസര പ്രദേശങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഒരു നിലക്കും മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കാത്ത രൂപത്തിലേക്ക് പോലീസ് സംവിധാനങ്ങൾ മാറുകയാണ്. പോലീസിന് ടാർഗറ്റ് കൊടുക്കുകയാണ്. ഇന്നത്തെ ഒരു പകൽ 5 ലക്ഷം രൂപ ഒരു SI കളക്ട് ചെയ്യണം. എന്നിട്ട് അയാൾ റോഡിലേക്ക് ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പം പറഞ്ഞ് 1000 രൂപ ഒരുത്തനിൽ നിന്ന് വാങ്ങണം. ജീവിക്കാൻ സമ്മതിക്കൂല, പണി തരൂല. എന്നാൽ എങ്ങനെയെങ്കിലും കൂലിപ്പണിക്കെടുത്ത് ജീവിക്കാന്ന് കരുതിയാൽ വെള്ളത്തിന് പോലും തീ പിടിച്ച വിലയാണ്. എന്നിട്ടോ അതിന്റെ പുറമെ ആഴ്ചയിൽ 2000-3000 ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് അടക്കിയും വരേണ്ട ഗതികേടുള്ളൊരു നാടായി നമ്മുടെ നാട് മാറുകയാണ്. നോക്കൂ നിങ്ങൾ, പോലീസ് സ്റ്റേഷനിൽ മാത്രം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന കാലത്ത്, ഡിവൈഎഫ്ഐക്കാരെ നീ കേൾക്കണം, 17 ചെറുപ്പക്കാരെയാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിക്കൊന്നത്. കള്ളന്മാരല്ല, കൊള്ളക്കാരല്ല, പ്രതികളെല്ലാം നിരപരാധികളായ 17 പേരെ തല്ലിക്കൊന്ന പോലീസിന്റെ പേരാണ് പിണറായി വിജയന്റെ പോലീസ് എന്ന് പറയുന്നത്. നോക്കൂ, ഇതെന്തൊരു നാടാണ്, ഇതെന്തൊരു നാടാണ്. എന്താ പോലീസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരന് ആത്മധൈര്യം നൽകണം. അർദ്ധരാത്രിയിൽ അങ്ങാടിയിലൂടെ നടക്കാൻ അവന് ധൈര്യം കൊടുക്കണം. പകൽ അവൻ അങ്ങാടിയിലൂടെ കച്ചവടം ചെയ്യുമ്പോൾ അവന്റെ കച്ചവടം മുതൽ ആരും കട്ടുകൊണ്ടുപോവില്ല എന്നവന് ധൈര്യം കൊടുക്കേണ്ട ഏജൻസിയുടെ പേരാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. ആ പോലീസ് സ്റ്റേഷൻ കൊല്ലുന്നവരുടെ നാടായി മാറുന്നു. നോക്കൂ നിങ്ങൾ, 2 ആഴ്ച മുൻപ് ഒരു CPMന്റെ ഒരു പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ ഒരു പിതാവ്, അദ്ദേഹം എന്നിട്ട് പറയാൻ, ഞാനൊരു സഖാവാൻ, എന്റെ മകൻ ഒരു DYFIക്കാരനാണ്, DYFIയുടെ കൊടി പിടിച്ച് നടക്കുന്ന എന്റെ മകൻ മരണപ്പെട്ടു പോയി. അവൻ മരിച്ചതല്ല, അവനെ കൊന്നതാണ്. കൊന്നുകളഞ്ഞത് പിണറായി വിജയന്റെ പോലീസാണ് എന്ന് പറഞ്ഞത് കോൺഗ്രസുകാരനല്ല, എന്ന് പറഞ്ഞത് ലീഗുകാരനല്ല. എന്റെ മകൻ DYFIക്കാരനാണ്, ഞാനൊരു സഖാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് മലയാളിയോട് വിളിച്ചു പറഞ്ഞത്, പ്രിയപ്പെട്ട DYFIക്കാരാ, നീ പിടിക്കുന്ന കൊടി പിടിച്ച ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നത് നിന്റെ തന്നെ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ പോലീസാണ്. ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതെ നീ പാലിക്കുന്ന നിശബ്ദതയ്ക്ക് മലയാളി നിന്നോട് ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ അവസരത്തെ ഉപയോഗിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, കേരളത്തിലെ പോലീസ് സംവിധാനവുമായി ബന്ധപ്പെട്ട് 2 പാരാമീറ്ററുകളാണ് പോലീസിന്റെ പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തുന്നത്. 2 പാരാമീറ്ററുകൾ. ഒന്ന് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയാണ്, SCRB എന്നാണ് അതിന് പറയുക, സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയാണ്. രണ്ടാമത്തത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയും സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുമാണ് പോലീസിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക. നിങ്ങൾ അറിയണം, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം, പെർ ക്യാപിറ്റ റേഷ്യോ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? ആ സ്റ്റേറ്റിന്റെ പേര്, ഒന്നാമത്തെ പേര് UP ആണ്. നമുക്ക് അത്ഭുതമില്ല, UPയിൽ അത് നടക്കും. നമുക്കറിയാം ഉത്തരേന്ത്യൻ സംസ്ഥാനമാണ്. എന്നാൽ 3ാമത്തെ സ്റ്റേറ്റിന്റെ പേര് മഹാരാഷ്ട്ര എന്നാണ്. നമുക്ക് അത്ഭുതമില്ല, അത് ഉത്തരേന്ത്യൻ സംസ്ഥാനമാണ്. നമുക്കറിയാം വലിയ രൂപത്തിലേക്ക് വർഗീയ സംഘടനകൾ നടക്കുന്ന നാടാണ്. 4ാമത്തെ സ്റ്റേറ്റിന്റെ പേര് രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയായ ഡൽഹിയാണ്. നമ്മൾ അറിയേണ്ടത്, 1 UP ആകുമ്പോ, 3 മഹാരാഷ്ട്രയാകുമ്പോ, 4 ഡൽഹിയാകുമ്പോ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്റെയും നിങ്ങളുടെയും ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളമാണ്.
പിണറായി വിജയന്റെ കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ റേഷ്യോ പ്രകാരം ക്രിമിനൽ ആക്ടിവിറ്റികൾ നടക്കുന്ന സ്റ്റേറ്റ് ഏത് എന്ന് ചോദിക്കുമ്പോൾ ഈ നാടിന്റെ ചരിത്രത്തിലെ, കേരളത്തിന്റെ ചരിത്രത്തിലെ 68 വർഷത്തിനിടയിൽ ആദ്യമായി നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ, മുസ്ലിം യൂത്ത് ലീഗിന്റെ റിപ്പോർട്ടല്ല, ഡിവൈഎഫ്ഐക്കാരൻ പരിശോധിക്കണം, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 1ാം സ്ഥാനത്ത് യുപിയും 3ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും നിൽക്കുമ്പോൾ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്റ്റേറ്റിന്റെ പേര് കേരളം എന്നാണ്. അപ്പൊ ഡിവൈഎഫ്ഐക്കാരൻ പറയും അത് മോഡിയുടെ റിപ്പോർട്ടല്ലേ, അത് കേന്ദ്ര ഗവൺമെന്റ് റിപ്പോർട്ടല്ലേ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഡിവൈഎഫ്ഐക്കാരോട് ഞാൻ പറയുന്നത് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോ 2ാമത്തെ ഏജൻസി, അതിന്റെ നേതാവിന്റെ പേര് പിണറായി വിജയൻ, ആഭ്യന്തര വകുപ്പ്, അദ്ദേഹത്തിന്റെ കീഴിലുള്ളതാണ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോ. ആ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 2024 കേരളത്തിന്റെ 68 വർഷത്തെ ചരിത്രത്തിൽ 957 ആദ്യത്തെ EMS നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭ മുതൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന 2025 വരെയുള്ള നീണ്ട കാലയളവിനിടയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതക കേസുകൾ രജിസ്റ്റർ ചെയ്ത കാലഘട്ടം 2024 പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്ന കാലം. റിപ്പോർട്ട് പിണറായി വിജയന്റെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഏറ്റവും കൂടുതൽ ബലാത്സംഗ കേസുകൾ രജിസ്റ്റർ ചെയ്ത കാലം 2024 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കാലം. റിപ്പോർട്ട് പിണറായി വിജയന്റെ കീഴിലുള്ള സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഏറ്റവും കൂടുതൽ മോഷണ കേസുകൾ രജിസ്റ്റർ ചെയ്ത കാലം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ 2024. ഏറ്റവും കൂടുതൽ വഞ്ചന കേസുകൾ രജിസ്റ്റർ ചെയ്ത കാലം 2024 മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏറ്റവും കൂടുതൽ വുമൺ അട്രോസിറ്റി കേസുകൾ രജിസ്റ്റർ ചെയ്ത കാലം 2024 മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് നേരെ അതിക്രമം ഉണ്ടായ കാലം 2024 മുഖ്യമന്ത്രി പിണറായി വിജയൻ. റിപ്പോർട്ട് മോഡിയുടേതല്ല, യൂത്ത് ലീഗിന്റെതല്ല, ഇവിടുത്തെ കോൺഗ്രസിന്റേതല്ല, പിന്നെയോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് സഖാവ് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ആ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഏറ്റവും കൂടുതൽ കൊലപാതകവും ബലാത്സംഗവും വഞ്ചന കേസുകളും അതുപോലെ തന്നെ വുമൺ അട്രോസിറ്റി കേസുകളും മോഷണ കേസുകളും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമവും നടന്നത് 2024 പിണറായി വിജയൻ ഭരിക്കുന്ന കാലം. ഈ നാട് എവിടെ എത്തിയെന്ന് നിങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ നാട് എവിടെ എത്തിയെന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇന്ന് വീട്ടിൽ പോയാൽ, നമ്മൾ പുരയിൽ പോയാൽ, രാത്രി കിടന്നുറങ്ങിയാൽ രാവിലെ ആദ്യം ചെയ്യുക എന്താണ്? നമ്മൾ ഫാൻ ഓഫാക്കും, അല്ലെങ്കിൽ AC ഓഫാക്കും, എന്നിട്ടോ ലൈറ്റ് ഓൺ ആക്കും. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കറണ്ട് ബില്ല് പിണറായി വിജയന്റെ കാലത്താണ്. നിങ്ങൾ പരിശോധിച്ചോ, ഏറ്റവും വലിയ കറണ്ട് ബില്ല് പിണറായി വിജയന്റെ കാലത്താണ്. നമുക്കൊന്ന് ടോയ്ലറ്റിലേക്ക് ചെന്ന് അംഗശുദ്ധി വരുത്താമെന്ന് കരുതിയാൽ ഏറ്റവും കൂടുതൽ വെള്ളക്കരമീടാക്കിയത് പിണറായി വിജയന്റെ കാലത്താണ്. അടുക്കളയിലേക്ക് ചെന്ന് ഒരു കട്ടൻ ചായ ഇടാന്ന് വിചാരിച്ചാൽ പലവ്യഞ്ജനങ്ങൾക്ക് ഇത്രയേറെ വിലവർദ്ധന ഉണ്ടായ ഒരു കാലം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇനി കോലായിലേക്ക് ചെന്ന് ഒരു പത്രം വായിക്കാന്ന് കരുതിയാൽ ദേശാഭിമാനിക്ക് പോലും വില കൂടിയ കാലമാണ് ഈ കാലം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പത്രങ്ങൾക്ക് വിലയുള്ള കാലം ഈ കാലത്താണ്. നോക്കൂ, നിങ്ങൾ അങ്ങാടിയിലേക്ക് പോകാൻ ബൈക്കോ കാറോ എടുത്തുനിന്ന് അങ്ങാടിയിൽ പോകാമെന്ന് കരുതിയാൽ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ ഡീസലിന്റെയും പെട്രോളിന്റെയും വില ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ ഡിവൈഎഫ്ഐക്കാരൻ പറയും അത് ഞങ്ങളല്ലല്ലോ, സെൻട്രൽ ഗവൺമെന്റ് അല്ലേ എന്ന്. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ ഇന്നത്തെ പത്രത്തിലെ വാർത്ത എന്താണെന്നറിയോ? ആ വാർത്ത ഉണ്ടാവുക ഡീസലിനും പെട്രോളിനും 2 രൂപ വർദ്ധിപ്പിച്ചു. ഇന്നത്തെ വാർത്തയാവും. എന്നാൽ നാളെ രാവിലെ നമ്മൾ വായിക്കുന്ന വാർത്ത എന്താവും? ആ വാർത്ത എന്ന് പറയുന്നത് 2 രൂപയുടെ വർധനവ് കേരളത്തിന് ബാധകമല്ല. എന്താണ് സംഭവിക്കുക? 2 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് 1 രൂപയോളം കിട്ടുന്ന കേരള ഗവൺമെന്റിന്റെ ടാക്സ് അത് വേണ്ട എന്ന് ഉമ്മൻചാണ്ടി പറയും. ഞാൻ ഡിവൈഎഫ്ഐക്കാരനോട് ചോദിക്കട്ടെ, 10 12 തവണ വില കൂട്ടിയപ്പോ ഒരു തവണ അങ്ങനത്തെ ദേശാഭിമാനിയുടെ ഹെഡിങ് കാണിക്കാൻ ഡിവൈഎഫ്ഐക്കാരനെ വെല്ലുവിളിക്കുകയാണ് ഞങ്ങള്. നിങ്ങൾക്കത് സാധ്യമല്ല. അത്രയേറെ തകർന്നു പോയ ഒരു ഭരണകൂടമാണ് കേരളം ഭരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ തിരുവങ്ങാടി മുനിസിപ്പൽ ഓഫീസിലേക്ക്, അബ്ദുറഹ്മാൻകുട്ടി സാഹിബ് അവിടെ ഉണ്ടല്ലോ, നിങ്ങൾ ഇവിടെ പഞ്ചായത്ത് ഓഫീസിലേക്കോ മുനിസിപ്പൽ ഓഫീസിലേക്കോ ചെന്നാൽ അവിടെ ചെന്ന് നിങ്ങൾ ചോദിക്കുക, അവിടെ നികുതി അടയ്ക്കാൻ ഇവിടുത്തെ കൃഷിഭവനിൽ ചെന്നാൽ എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ടാക്സ്, അത് ലാൻഡ് ടാക്സ് ആകട്ടെ, ബിൽഡിംഗ് ടാക്സ് ആകട്ടെ, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെ ടാക്സ് ആകട്ടെ, നിങ്ങൾക്ക് ആ ബിൽഡിംഗ് പെർമിറ്റുമായി ബന്ധപ്പെട്ട ടാക്സ് ആവട്ടെ, എന്തു ടാക്സും 200-300% വർദ്ധിച്ചുവെന്നല്ലാതെ ഞാൻ CPM-നെയും DYFI-യും അടിവരയിട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ വേദിയിൽ പറയാൻ, ഈ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ടാക്സ് കുറച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സാധ്യമായിട്ടില്ല. ഒരു നികുതിയും കുറച്ചിട്ടില്ല. എല്ലാ നികുതിയും 10 മടങ്ങാക്കി. പക്ഷേ DYFI-കാരോട് പറയുന്നത്
ഒരു നികുതി ഗവൺമെന്റ് കുറച്ചിട്ടുണ്ട്. അത് ഏതാ നികുതി എന്നറിയോ? ഞാനിത് വലിയ കൗതുകം തോന്നി നികുതിയുമായി ബന്ധപ്പെട്ട് ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം. അപ്പം ഞാൻ CMPയുടെ നേതാവ് CP ജോൺ സാറിനെ വിളിച്ചു. അദ്ദേഹമാണ് ധനകാര്യവുമായി ബന്ധപ്പെട്ട് UDF വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഇയാൾ. ഞാൻ ചോദിച്ചു, നികുതി കുറച്ചു എന്ന് കാണുന്നുണ്ടല്ലോ, അത് ഏതാ നികുതി? അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, അത് നവാസ് കേൾക്കണം, നാട്ടുകാരോട് പറയും വേണം. ഞാൻ ചോദിച്ചു, അത് എന്താണ്? അദ്ദേഹം പറഞ്ഞത്, ഇവിടുത്തെ കള്ളുഷാപ്പുകാരുടെ അധിക വരുമാനത്തിന്റെ നികുതി കുറച്ച ഗവൺമെന്റിന്റെ പേരാണ് പിണറായി വിജയൻ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഒരേ ഒരു നികുതിയാണ് ഈ സർക്കാരിന്റെ കാലത്ത് കൂട്ടാതിരിക്കുക മാത്രമല്ല കുറയ്ക്കുക പോലും ചെയ്തിട്ടുള്ളത്. എല്ലാ നികുതിയും കൂട്ടി, ഒരു നികുതി മാത്രം കുറച്ചു. ആ നികുതി എന്ന് പറഞ്ഞാൽ കള്ളുഷാപ്പുകാരന്റെ അധിക വരുമാനത്തിന്റെ നികുതി. അത് ഇവർക്ക് ഭയങ്കര ബേജാറാണ്. കാരണം കള്ളുഷാപ്പുകാരന്റെ അധിക വരുമാനത്തിന് നികുതി കൊടുത്താൽ ആ സാധുക്കളെ വീട്ടിൽ പട്ടിണിയായി പോവല്ലോ. അതുകൊണ്ട് ആ നികുതി മാത്രം കുറച്ചു കൊടുത്ത ഗവൺമെന്റിന്റെ പേരാണ് പിണറായി വിജയൻ ഗവൺമെന്റ് എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഉമ്മൻചാണ്ടി സാർ ഭരിക്കുമ്പോൾ കേരളത്തിൽ 29 ബാറാണുള്ളത്, 29 5 സ്റ്റാർ ബാർ. എന്നാൽ ഇന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ഷംസുദ്ദീന്റെ ചോദ്യത്തിന് കേരളത്തിന്റെ മന്ത്രി പറഞ്ഞ മറുപടി, ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളന സമയത്ത് കേരളത്തിൽ 846 5 സ്റ്റാർ ബാറുകൾ ഉണ്ട് എന്നാണ്. 846 5 സ്റ്റാർ ബാറുകൾ. ഉമ്മൻചാണ്ടി സാർ അധികാരത്തിൽ വിട്ടുപോകുമ്പോൾ 29 5 സ്റ്റാർ ബാറുകൾ. അതിപ്പോ 1000 കടന്നിട്ടുണ്ടാകും എന്ന് കണക്കുകൾ പറയാൻ. ഈ മലപ്പുറം ജില്ലയിൽ ഒരു ബാറാണ് ഉണ്ടായിരുന്നത് 2016, ഒരൊറ്റ ബാറ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ 26 ബാറുകൾ ഉണ്ടായി. കോട്ടക്കലിൽ 27, താന്നൂരിനും അതുപോലെ തന്നെ പൂരപ്പുഴയിൽ 28, അങ്ങനെ 28 ബാറുകളുള്ള കേന്ദ്രമായി നമ്മുടെ ജില്ല മാറി. ഈ സർക്കാർ ഒരു ജനതയെ ആകെ ഭരിച്ച് മുടിപ്പിക്കുന്ന രൂപത്തിലേക്ക് അവർ കൊണ്ടുപോകാൻ. നമ്മൾ പറഞ്ഞൊരു സ്കൂൾ ഉണ്ടായാൽ ഹൈസ്കൂളിന് മുമ്പിൽ ബാറ് പാടില്ല. ഇവർ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, സ്കൂളിന് മുമ്പിൽ ബാറുണ്ടാകാം. ആ നിയമം തന്നെ എടുത്തു കളഞ്ഞു. ഇപ്പം എന്താ പ്രശ്നം? ഇപ്പം കുട്ടികൾ നല്ല ഓണൊക്കെ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് ക്ഷീണിച്ച് വരികയാണെങ്കിൽ അവർക്ക് നേരെ ബാറ് കയറി 2 പെഗ് അടിച്ചിട്ട് അവർക്ക് സുഖമായി പുറേ പോവാം. അതിന് സൗകര്യം ഒരുക്കാണ് വരും. അതിന് നമ്മൾ പറഞ്ഞൊരു സ്കൂൾ ഉണ്ടായാൽ ആ പരിസരത്ത് ബാറുണ്ടാകരുത്. മാത്രമാണോ? പള്ളി ഉണ്ടായാൽ, അമ്പലം ഉണ്ടായാൽ, ചർച്ച് ഉണ്ടായാൽ ആ പരിസരത്ത് ബാറുണ്ടാകാൻ പാടില്ല. നമ്മൾ കൊണ്ടുവന്ന നിയമമാണ്. എന്നാൽ പിണറായി വിജയൻ, നിങ്ങൾ കേൾക്കണം, പിണറായി വിജയൻ ഭരിക്കുമ്പോൾ അവർ ചെയ്തത് ആ നിയമം തന്നെ അങ്ങ് എടുത്തു കളഞ്ഞു. എന്നിട്ടോ പള്ളി ഉണ്ടായാൽ ജുമ കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കയറിപ്പോവാൻ അതിൻ്റെ അടുത്തൊരു ബാറ്, അമ്പലത്തിൽ നിന്ന് ശയനപ്രദക്ഷിണ കഴിഞ്ഞ് വരികയാണെങ്കിൽ അവിടെ ഒരു ബാറ്, ഇനി ഞായറാഴ്ച സുവിശേഷം കഴിഞ്ഞ് വരികയാണെങ്കിൽ അവിടെ ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി ഒരു ബാറ്, എല്ലാ ക്ഷേത്രത്തിന് മുമ്പിലും അമ്പലത്തിന് മുമ്പിലും ബാറ് തുടങ്ങാം. നിയമം മാറ്റിയത് ആരാണ്? പിണറായി വിജയനാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ നിങ്ങളുടെ നമ്മളൊരു കാര്യം തീരുമാനിച്ചു. UDF പാർട്ടി സെക്രട്ടറി ഇവിടെ ഉണ്ടല്ലോ, UDF യോഗം കൂടി തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? അങ്ങനെ അവർ നിയമം മാറ്റിക്കോട്ടെ, പക്ഷേ നമ്മൾ ഭരിക്കുന്ന ഒരു പഞ്ചായത്തിലും ഒരു ബാറും അനുവദിക്കില്ല എന്ന് തീരുമാനിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബാറും തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞില്ല. അപ്പോൾ ഗവൺമെന്റിന് വലിയ പ്രയാസം. കാരണം ബാർ മുതലാളിമാരെ പുറയിൽ പട്ടിണിയാവും. അവർക്ക് വലിയ പ്രയാസമാണ്. അത് ഭയങ്കര വിഷമാണ് ഈ ഗവൺമെന്റിന്. അവരെന്ത് ചെയ്തെന്നറിയോ? ആ അധികാരം പഞ്ചായത്തിന്റെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞു. അല്ലേ? ഇപ്പൊ അധികാരം പഞ്ചായത്തിനില്ലല്ലോ. അത് ആരാ തീരുമാനിക്കും? അത് ഞങ്ങൾ തീരുമാനിക്കും. എവിടുന്ന്? തിരുവനന്തപുരത്ത് നിന്ന്. ഈ ചെമ്മട്ടങ്ങാടിയിൽ ഒരു ബാറ് വേണോ വേണ്ടേ? അത് ആരാണ്? എഫക്റ്റഡ് പാർട്ടി. എഫക്റ്റഡ് പാർട്ടി ഇവിടുത്തെ കച്ചവടക്കാരാണ്, ഇവിടുത്തെ സാധാരണക്കാരായ നമ്മളാണ്. നമുക്കിത് വേണോ വേണ്ടേ? അത് ആര് തീരുമാനിക്കണം? ഇവിടുത്തെ വാർഡ് മെമ്പറും ഇവിടുത്തെ വാർഡ് കൗൺസിലറും ഇവിടുത്തെ മുനിസിപ്പാലിറ്റി കൂടി തീരുമാനിക്കും. അപ്പോൾ ഗവൺമെന്റ് വലിയ പ്രയാസം. ഈ നാട്ടുകാർ വേണ്ടെന്ന് പറഞ്ഞു, പക്ഷേ കിട്ടാവുന്ന ചൊക്ലി അത് കിട്ടാതാവുന്ന കണ്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കൊടുത്തോളാം. ഇപ്പൊ ഗവൺമെന്റ് നേരിട്ട് ബാറിന് ലൈസൻസ് കൊടുക്കാൻ. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും തകർന്നു പോയ ഒരു സർക്കാർ ഇനി പിടിച്ചു നിൽക്കുക സാധ്യമല്ല എന്ന് തോന്നിയപ്പോൾ മൂന്നാമത്തെ ഒരു വരവിന് അവർ പുതിയൊരു മാർഗം കണ്ടെത്തുകയാണ്. അതിന്റെ പേരാണ് നേരത്തെ പറഞ്ഞ അയ്യപ്പ സംഗമം. ന്യൂനപക്ഷങ്ങൾക്ക് അവർക്കൊരു മുസ്ലിം സംഗമം, ക്രിസ്ത്യാനികൾക്ക് ഒരു ക്രിസ്ത്യൻ സംഗമം. ഒരു നാടിനകത്ത്, കേരളം പോലത്തെ ഒരു നാടിനകത്ത് മതം തിരിച്ച് സമ്മേളനം നടത്തുന്നു. DYFIക്കാരാ, നിന്റെ EMS ഭരിച്ച കേരളം, നിന്റെ നായനാർ ഭരിച്ച കേരളം, നമ്മളെല്ലാവരും ഭരിച്ച കേരളം, ആ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നവരെ മതം തിരിച്ചൊരു സർക്കാർ സമ്മേളനം നടത്തിയെങ്കിൽ ആ വർഗീയ ഗവൺമെന്റിന്റെ പേരാണ് പിണറായി വിജയൻ ഗവൺമെന്റ് എന്ന് ചരിത്രം രേഖപ്പെടുത്തും. നോക്കൂ നിങ്ങൾ, അയ്യപ്പ സംഗമത്തിൽ എനിക്ക് വലിയ കൗതുകമുണ്ടായ കാര്യം എന്താണെന്നറിയോ? അയ്യപ്പ സംഗമം വലിയ ചർച്ചയാണ്. ആഗോള അയ്യപ്പ സംഗമമാണ്, എല്ലാ ചാനലിലും വലിയ വാർത്തയാണ്. ആ അയ്യപ്പ സംഗമം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ വാർത്ത വന്നു, പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും ഗവൺമെന്റിന്റെ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. അപ്പോൾ ഒരു ചാനൽ വാർത്തയാണ്, ഫ്ലക്സ് ബോർഡൊക്കെ ഉയർന്നു, എന്താ കുഴപ്പം? ഫ്ലക്സ് ബോർഡിൽ 2 ചിത്രമുണ്ട്. ഒന്നാമത്തെ ചിത്രം ആരാണ്? ഒന്ന് വാസവനാണ്. രണ്ടാമത്തെ ചിത്രം ആരതാ? പിണറായി വിജയനാണ്. സാധുക്കൾ അയ്യപ്പനോടുള്ള സ്നേഹം കൊണ്ട് അടിച്ച ഫ്ലക്സ് ബോർഡിൽ അയ്യപ്പന്റെ ചിത്രം തന്നെ വെക്കാൻ മറന്നുപോയി. അമ്മാതിരി ആത്മാർത്ഥതയാണ് അയ്യപ്പ സംഗമം നടത്തിയവർക്ക്. അയ്യപ്പ സംഗമം നടത്തിയ എന്തിനാണ്? അയ്യപ്പനോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്നാലോ ആ ഫ്ലക്സ് ബോർഡിൽ അയ്യപ്പനെ തന്നെ മറന്നുപോയ ടീമാണ്. അപ്പൊ ഇവരെ എന്താണ് ഇതിന്റെ ഉദ്ദേശം നമുക്കറിയാലോ. ഇനി രജിസ്ട്രേഷൻ കൊടുത്തു. ഏതാ രജിസ്ട്രേഷൻ? എല്ലാ ചാനലും ലൈവ്,
എല്ലാ ചാനലും ലൈവ്. ഇങ്ങോട്ടോ ആഗോളതലത്തിൽ ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ നിന്ന് അയ്യപ്പ സംഗമത്തിന് ആൾ വരും. ആകെ രജിസ്റ്റർ ചെയ്തത് 4246 പേർ, ആകെ പങ്കെടുത്തത് 623 പേർ എന്ന് വെച്ചാൽ ഈ അയ്യപ്പ സംഗമം ഒരു കപട സംഗമമാണ് എന്ന് മലയാളക്കരയിലെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതിന് തെളിവാണ് 623 നിൽക്കുന്നത്. എനിക്ക് ഏറ്റവും കൗതുകം ഉണ്ടായതെന്നറിയോ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അന്ന് രാവിലെ ചാനലൊക്കെ ന്യൂസ് ഫ്ലാഷാണ്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ കാറിൽ ഒരു വിശിഷ്ടാതിഥി വരുന്നുണ്ട്. അതെങ്ങനെ ഒരു വാർത്തയോ? ഞാൻ ഉമ്മൻചാണ്ടി സാറിന്റെ കാറിലേക്കാണ് നോക്കിയത്. ഒരു കാറിനകത്ത് ഒരു 20 ആളെങ്കിലും ഉണ്ടാവും ചുരുങ്ങിയത് ആ കാറിനകത്തിലെ. ഒരു ചാനൽ ന്യൂസ് ഫ്ലാഷാണ്. മുഖ്യമന്ത്രിയുടെ കാറിൽ ഒരു വിശിഷ്ടാതിഥി ഉണ്ട്. ചാനലറെ പറഞ്ഞിട്ട് കാര്യമില്ല. 9 കൊല്ലമായിട്ട് മോനും മരുമോളും പേരക്കുട്ടിയല്ലാത്ത ആ ഡ്രൈവർ അല്ലാത്ത വേറൊരാളും ആ കാറിൽ കയറിയിട്ടില്ല. PA പോലും പിറകിൽ വേറെ കാറായിട്ട് വരണം. അതാണ് പിണറായി വിജയന്റെ ഷെഡ്യൂൾ. അവിടെയാണ് ഒരു അതിഥി വരുന്നു എന്ന ന്യൂസ് എല്ലാ ചാനലും വലിയ വാർത്തയായി. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കി നിൽക്കുക, ആരായിരിക്കും അതിഥി? ഭയങ്കര സംഭവമാണ്. മുഖ്യമന്ത്രിയുടെ കാറിൽ 9.5 കൊല്ലമായിട്ട് ഇതുവരെ ഒരാളും കയറാത്ത മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ മഹാമനുഷ്യന്റെ കാറിൽ ഒരു വിശിഷ്ടാതിഥി, അതും അയ്യപ്പ സംഗമത്തിന് വരികയാണ്. നമ്മളൊക്കെ കാത്തിരുന്നു. ചാനലാരൊക്കെ ചെന്നു, അദ്ദേഹത്തിന്റെ കാറ് വന്ന് നിർത്തി. ആ കാറ് നിർത്തിയപ്പോൾ വലതു ഭാഗത്ത് ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങുകയാണ്. സാധാരണ മുഖ്യമന്ത്രി ഇറങ്ങാൻ ചാനലുകാർ ചോദിക്കും, സാർ എന്താ പറയാനുള്ളത്? ഇവർക്കൊന്നും ചോദിക്കണ്ട, നേരെ അപ്പുറത്തേക്ക് ഓടിപ്പോവുക. കാരണം എന്താണെന്നറിയോ? ഒരു വിശിഷ്ടാതിഥി ഉണ്ട് എന്നാണ്. അപ്പുറത്ത് ചാനലുകാർ ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ആ കറുത്ത കാറിൻ്റെ ഡോറിങ് തുറന്നിട്ട് ഒരു മനുഷ്യൻ ഉന്തി തള്ളി പുറത്തേക്ക് ഇറങ്ങുന്നത്. ആരാ വിശിഷ്ടാതിഥി? വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശനെ വിശിഷ്ടാതിഥിയാക്കിയ ഈ ഗവൺമെന്റിന് ഇനി എന്താണ് നമ്മൾ ഇവരോട് പറയേണ്ടത്? നിങ്ങളോട് ഇനി ഞങ്ങൾ എന്താ DYFIക്കാരൻ നിനക്ക് ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിന്റെ മുഖ്യമന്ത്രിക്ക് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാനുള്ള ധൈര്യമെങ്കിലും കാണിക്കാൻ നിന്നെ തയ്യാറാകണ്ടേ? വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു അതിഥിയെ കൊണ്ടുവരിക. എന്നിട്ട് ഏറ്റവും രസകരമായ സംഭവം എന്താണെന്നറിയോ? വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസംഗമാണ്. എനിക്കത് വലിയ രസമായി തോന്നി. വെള്ളാപ്പള്ളി നടേശൻ പറയാണ്, ഞങ്ങൾ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അയാൾ പഴയ ആളൊന്നല്ല, അയാളാകെ മാറിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു നോക്കി, വലിയ മാറ്റമൊന്നുമില്ല, ആ കുറുമ്പ് പിടിച്ച മുഖമായിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് പറയാൻ ഇയാൾ ഇപ്പോൾ വലിയ അയ്യപ്പ സ്നേഹിയാണ്, അയ്യപ്പ ഭക്തനാണ് എന്ന്. പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണ്. ആരാ പറഞ്ഞത്? വെള്ളാപ്പള്ളി നടേശൻ. അപ്പൊ എനിക്കൊരു സംശയം, ആരാണ് ഈ അയ്യപ്പ ഭക്തൻ? നമുക്കത് അറിയണമല്ലോ. അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, ആരാ അയ്യപ്പ ഭക്തൻ? അപ്പൊ എന്നോട് നവാസ് കേട്ടില്ലേ, പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞല്ലോ അയ്യപ്പ ഭക്തൻ ആരാണ്. അദ്ദേഹം അത് പറഞ്ഞിട്ടാണ് പ്രസംഗിച്ചായിരുന്നു. അപ്പൊ ഞാൻ യൂട്യൂബിൽ പിണറായിയുടെ പ്രസംഗം എടുത്തു. അപ്പൊ അദ്ദേഹം പറയാണ്, ഭഗവത്ഗീതയിലെ 12-ാം അധ്യായം ആരാണ് അയ്യപ്പ ഭക്തൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആരാണ്? പിണറായി വിജയനാണ്. അയ്യപ്പ ഭക്തനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. നേരത്തെ സലാംക പറഞ്ഞല്ലോ, അയ്യപ്പ സന്നിധിയിലേക്ക് സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അർദ്ധരാത്രിയിൽ യൂണിഫോം ഇല്ലാത്ത പോലീസുകാരുടെയും തണ്ടർബോൾട്ടിന്റെയും സഹായത്തോടു കൂടി അയ്യപ്പ സന്നിധിയിലേക്ക് യുവതികളെ 2 പേരെ പ്രവേശിപ്പിച്ചു എന്നതിന്റെ പേരിൽ അഭിമാനിച്ച ഒരു മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്, അയ്യപ്പ ഭക്തൻ ആരാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, അതിന്റെ മലയാളം ഒന്ന് പറഞ്ഞു തരുമോ? സംസ്കൃതമാണ് അദ്ദേഹം ചൊല്ലിയത്, അതിൻ്റെ മലയാളം ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ അദ്ദേഹത്തിന് മലയാളം കേട്ടു. ഞാൻ വീണ്ടും വെള്ളാപ്പള്ളിൻ്റെ പ്രസംഗം കേട്ടു. ഞാൻ അയാൾ പറഞ്ഞ വല്ല കുഴപ്പമുണ്ടോ? അയാൾ പറഞ്ഞത് പിണറായി വിജയൻ ഇപ്പോൾ നല്ല അയ്യപ്പ ഭക്തനാണ്. പിണറായി വിജയൻ പറഞ്ഞത് ആരാണ് അയ്യപ്പ ഭക്തൻ എന്നാണ്. ആ ഭഗവത്ഗീതയിലെ 12-ാം അധ്യായത്തിൻ്റെ മലയാള പദാർത്ഥം ഇങ്ങനെയാണ്: സകല ജീവജാലങ്ങളോടും ദേഷ്യമില്ലാത്തവൻ. ആര്? അയ്യപ്പ ഭക്തൻ. പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ വെള്ളാപ്പള്ളിക്ക് അത് പറയാൻ തോന്നിയത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അത് മാത്രമല്ല, പിന്നെ അദ്ദേഹം പറയാണ്, മൈത്രിയും കരുണയും മമതയുമുള്ളവൻ പരനാറി എന്ന് വിളിച്ച ഇയാള്. മമതയും മൈത്രിയും കരുണയുമുള്ളവനാണ് ആര്? അയ്യപ്പ ഭക്തൻ. പരനാറി എന്ന് വിളിച്ച ഈ മുഖ്യമന്ത്രിയെ നോക്കിയിട്ട് വെള്ളാപ്പള്ളി പറയാണ് ഇയാൾ നല്ലൊരു അയ്യപ്പ ഭക്തനാണ് എന്ന്. എന്നിട്ട് അടുത്തൊരു പ്രയോഗമുണ്ട്, ആരാണ് അയ്യപ്പ ഭക്തൻ? ആ 12-ാം അധ്യായത്തിൽ പറയാണ്, അഹങ്കാരമില്ലാത്തവനും ക്ഷമ ഒട്ടുമില്ലാത്തവനുമാണ്. ഞാൻ ഈ മൈക്കോപ്പറേറ്ററെ കുറിച്ച് ആലോചിച്ച, പിണറായി ആണ് സംസാരിക്കുന്നതെങ്കിൽ അയാളെ നെഞ്ചിടിക്കുന്നുണ്ടാവും അല്ലേ? അഹങ്കാരം ഒട്ടുമില്ലാത്തവൻ എന്ന് പറയുകയാണ്. എന്നിട്ട് പറയാ, മനസ്സിൽ നന്മയുള്ളവൻ. ആര്? അയ്യപ്പ ഭക്തൻ. ഒരു ചെറിയ പൈതൽ സെൽഫി എടുക്കാൻ വന്നപ്പോൾ ഒറ്റ തട്ടാണ്, ആ മൊബൈൽ ഉണ്ടങ്ങ് തെറിച്ചുപോയി. ഈ അഹങ്കാരിയെ കുറിച്ച് പറയണം, അഹങ്കാരം ഒട്ടുമില്ലാത്ത അയ്യപ്പ ഭക്തനാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അത് ഈ നാട് കേൾക്കുമോ? അത് ഈ നാട് വിശ്വസിക്കുമോ? അതാണ് വെള്ളാപ്പള്ളി മനസ്സിലാക്കുക അയ്യപ്പ ഭക്തനെങ്കിൽ. ഞങ്ങളൊരു കാര്യം പറയാം, വെള്ളാപ്പള്ളി വിശിഷ്ടാതിഥിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടകനുമായത് അയ്യപ്പ സംഗമമല്ല, അത് കപട സംഗമമാണ് എന്ന് 1000 തവണ പറയാൻ നമുക്ക് സാധ്യമാകും. ഇങ്ങനെ ഒരു നാടായി ഈ നാട് മാറുകയല്ലേ, തകർന്നു പോയില്ലേ നമ്മളെ നാട്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എനിക്കിതിൽ തോന്നിയ എന്താണെന്നറിയോ? നമ്മുടെ ചിന്താവിഷ്ടയായ ശ്യാമള എന്നൊരു മലയാള സിനിമയുണ്ട്. ആ മലയാള സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നാട്ടിൽ എല്ലാവരെയും കടം വാങ്ങും ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ കഥാപാത്രമാണ് ചിന്താവിഷ്ടയായ ശ്യാമളയാണ് സിനിമയുടെ പേര്. എല്ലാവരോടും കടം വാങ്ങും.
പുരക്കാർക്കൊന്നും പുറത്തിറങ്ങാൻ വയ്യ, ആകെ പ്രശ്നം, നാടിനും പറ്റില്ല, പുരക്കും പറ്റില്ല, ആർക്കും ഉപകാരമില്ലാത്തൊരു ചങ്ങാതിയായി മാറുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടിയിട്ട് തീരുമാനിച്ചു ഇനി എന്ത് ചെയ്യും. പുരക്കാർ പറയാണ് അന്നെ കൊണ്ട് ഞങ്ങൾ കുടുങ്ങിയാണ്, അങ്ങാടിയിൽ ഇറങ്ങാൻ വയ്യ, നാട്ടുകാരും കടം വാങ്ങിയാണ്, എല്ലാ കടയിലും എല്ലാ സ്ഥാപനത്തിലും കടാണ്, അവിടെ ഒരു കാര്യം ചെയ്യാം, അന്ന ഞങ്ങളൊരു പരിപാടി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അന്നെ മാലയിട്ട് മലക്ക് പറഞ്ഞേക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ശ്രീനിവാസനോട് പറയാൻ മാലയിട്ട്. അപ്പോൾ ശ്രീനിവാസൻ പറയാൻ ഞാൻ അതിന് അയ്യപ്പ ഭക്തനൊന്നും അല്ലല്ലോ. അപ്പോൾ അയാൾ പറയാൻ, വീട്ടുകാർ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല, ഈ മാലയിട്ട് ഒരു മാസമെങ്കിലും ഞങ്ങൾക്കൊരു സമാധാനത്തിൽ നിൽക്കാമല്ലോ എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞേക്കുകയാണ്. അപ്പോൾ അയ്യപ്പനായി മാലയൊക്കെ ഇട്ട് കറുത്ത മുണ്ടൊക്കെ എടുത്ത് ആ സിനിമയിൽ ശ്രീനിവാസൻ അങ്ങാടിക്കിങ്ങനെ വരികയാണ്. അപ്പോൾ ഈ പൈസ കടം വാങ്ങിയ ആൾക്കാരുണ്ട്, അയാളിങ്ങനെ വന്നിട്ട് സാധു മാലട്ടിട്ടുണ്ട്, കറുത്ത തുണിയാണെന്ന്, ഒരു മാസം കഴിഞ്ഞോട്ടെ ഇങ്ങോട്ട് ചോദിക്കാം, ഇപ്പോൾ സ്വാമിയല്ലേ ഇപ്പം ചോദിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു മാസം ചോദിച്ചില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മനസ്സിലായി, ശ്രീനിവാസന് മനസ്സിലായി ഇത് നല്ല പരിപാടിയാണ്, പൈസ ആവശ്യത്തിന് കടം വാങ്ങും ചെയ്യുക, എന്നാൽ തിരിച്ചു കൊടുക്കും വേണ്ട, എന്നാൽ അയ്യപ്പനിൽ വിശ്വാസമില്ലെങ്കിലും കുഴപ്പമില്ല, ഈ കറുത്ത തുണിയും ഒരു മാല ഇട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന രൂപത്തിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞു, മല കഴിഞ്ഞ് തിരിച്ചു വന്നു. സാധാരണ മല കഴിഞ്ഞ് വന്നാൽ മാല ഊരി വെക്കും. ശ്രീനിവാസൻ തീരുമാനിച്ചെന്നറിയോ, ഞാൻ ഈ മാല ഊരുന്നേ ഇല്ലാന്ന് തീരുമാനിച്ചു. എന്നാൽ പിന്നെ ആരും കടം കൊടുത്തോളൊന്നും ചോദിക്കൂലല്ലോ, അങ്ങനെ ഒരു സമാധാനമായി നടക്കാം എന്ന പോലെ ഈ കേരളത്തിൽ ഇനി ഒരിക്കൽ കൂടി ഭരണത്തിൽ വരിക എന്നത് സാധ്യമല്ല എന്ന് കണ്ടപ്പോൾ ചിന്താവിഷ്ടയായ ശ്യാമളയിലെ ഈ ശ്രീനിവാസനെ പോലെ പമ്പയിൽ മലയാളി കണ്ട 2ാമത്തെ നടന്റെ പേരാണ് പിണറായി വിജയൻ എന്ന് ഉറക്കെ പറയാൻ ഞങ്ങൾക്ക് സാധ്യമാകും. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ച എന്താണെന്നറിയോ? കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ച ജലീൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പത്രസമ്മേളനം നടത്തും. എന്നിട്ട് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം. അദ്ദേഹം പറയാൻ എന്താ അറിയോ, ലീഗിൻ്റെ വയനാട് ദുരിതാശ്വാസ ഫണ്ട് അത് ഭയങ്കര കക്കലാണ്, ഇവർ ലീഗ് കമ്പനി കൂടി ഒന്നായിട്ട് കക്കുകയാണെന്നാണ്. സലാംക്ക് അവിടെ നിന്ന് പോയി. അപ്പോൾ സലാംക്ക് അതെന്ന് പറഞ്ഞ് എടോ ചങ്ങായി ആപ്പ് ഉണ്ടാകുന്ന ഡൗൺലോഡ് ചെയ്തു, കയ്യിൽ ഞങ്ങളെ വരവിൻ്റെ കണക്കൊക്കെ ഉണ്ട്. പിന്നെ അയാളൊരു മിണ്ടാട്ടുമില്ല ഒരു മാസത്തിന്. 2ാം മാസം അയാൾ വന്നിട്ട് പറയാണ് അത് ഞാൻ പറഞ്ഞത് വരവിനെ കുറിച്ചല്ല, ചെലവാക്കുന്നത് അനിയന്ത്രിതമായി ചെലവാക്കുന്നുണ്ട്. അപ്പോൾ സലാംക്കിൻ്റെ ഡയലോഗല്ലേ, സലാംക്ക് പത്രക്കാർ വെച്ചപ്പോൾ 2ാമത് പറഞ്ഞു ഓനോട് അതിൻ്റെ മറ്റേ പാട്ടം നോക്കാൻ പറയും, ചെലവാക്കുന്ന കണക്കും അതിലുണ്ട്, ഓൻ അറിയില്ലെങ്കിൽ ഞങ്ങൾ ആരെയും പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം പോയി. പിന്നെ ഞാൻ പറയാണ് ലീഗ് വാങ്ങിയ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്ത് വീടുണ്ടാക്കുക, അതൊന്നും സാധ്യമല്ല, അവിടെ വീടുണ്ടാക്കാനേ കഴിയില്ല. കഴിഞ്ഞ 2 മാസം മുൻപ് അഭിമന്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ മണ്ണിൽ ആദ്യത്തെ വീടിന്റെ തറക്കല്ലിട്ട് 105 വീട് നമ്മൾ ആരംഭിക്കുമ്പോൾ അഭിമാനത്തോടു കൂടി നമ്മൾ പറയുന്നത് 36 കോടി രൂപയാണ് ലീഗ് ആകെ പിരിച്ചത്. അതിൽ നിന്നാണ് നമ്മൾ ഈ സ്ഥലം വാങ്ങിയത്. അപ്പോൾ KTLന്റെ അടുത്ത വർത്താനാണ്, വലിയ വില കൊടുത്തിന്, 1 ലക്ഷത്തിലധികം റുപ്യാണ് അതിന് അത്ര പൈസ ഒന്നുമില്ല, ഒരു 50,000 റുപ്യക്ക് 60,000 റുപ്യക്ക് കിട്ടാവുന്ന സ്ഥലമാണ്, അതിന് ഇരട്ടി പൈസ കൊടുത്ത് ലീഗ് വാങ്ങിയത്, അടിച്ചു മാറ്റിയതാണ് എന്നാണ് അദ്ദേഹത്തിന് അടുത്ത പ്രയോഗം. ഞാനൊരു കാര്യം പറയാം, ലീഗ് വാങ്ങിച്ച സ്ഥലമുണ്ട്, ആ ലീഗ് വാങ്ങിച്ച സ്ഥലം ഞങ്ങളതിന് വലിയ പൈസ കൊടുത്തു, 1 ലക്ഷത്തി ചില റുപ്യ കൊടുത്തു, വലിയ എമൗണ്ട് ഞങ്ങൾക്കറിയാം, വലിയ പൈസ നമ്മൾ കൊടുത്തു. എന്താ കാര്യം എന്ന് അറിയാം നിങ്ങൾക്ക്, ഞങ്ങൾ ആ പൈസ കൊടുത്തിട്ട് ഇപ്പം ആ ഭൂമിയുടെ ഉടമ ആരാ? ഉടമയുടെ പേര് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഞങ്ങൾ പൈസ കൊടുത്തു, ഞങ്ങളുടെ നേതാവിൻ്റെ പേരിൽ ആ സ്ഥലം രജിസ്റ്റർ ചെയ്ത് വാങ്ങി. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ഇത് ഓരോരുത്തർക്ക് വീതിച്ചു കൊടുക്കും. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 763 കോടി രൂപ പിരിച്ചല്ലോ, എന്നിട്ട് പൈസ കൊടുത്ത് സ്ഥലം വാങ്ങിയല്ലോ. ആരെ കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങിയത്? എലസ്റ്റൺ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കയ്യിൽ നിന്നാണ് ഗവൺമെന്റ് സ്ഥലം വാങ്ങിയത്. പൈസ കൊടുത്തോ? പൈസ കോടതിയിൽ കെട്ടിവെച്ചു. ഇപ്പോൾ ആ സ്ഥലത്തിന് ഉടമ ആരാണ്? ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങിയ സ്ഥലത്തിന്റെ ഉടമയുടെ പേര് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നാണെങ്കിൽ, നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിയ ആ സ്ഥലത്തിന്റെ ഉടമയുടെ പേര് ഇപ്പോഴും എലസ്റ്റൺ എസ്റ്റേറ്റ് എന്നാണ്. അതിപ്പോഴും തർക്കത്തിലാണ്, കോടതിയിലാണ്. എസ്റ്റേറ്റുകാർ പറയാൻ ഞങ്ങൾക്ക് പൈസ പോരാ, KTLയിൽ കേൾക്കണം, ഞങ്ങൾക്ക് പൈസ പോരാ, അതുകൊണ്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് തരൂല, ഞങ്ങൾക്ക് ഇനിയും പൈസ വേണമെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ കേസ് നടക്കാൻ. എന്നാൽ ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ നല്ല പൈസ കൊടുത്തിട്ട് അത് രജിസ്റ്റർ ചെയ്ത് വാങ്ങി, അതിന്റെ ഉടമയുടെ പേര് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നാണ് എന്ന് ജലീൽ ഓർക്കണം. ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾ 36 കോടി രൂപ ഞങ്ങൾ പിരിച്ചു. ഞങ്ങൾ എന്തു ചെയ്തു ആ പണം കൊണ്ട്? നോക്കൂ നിങ്ങൾ, ആ വയനാട്ടിലെ ജനങ്ങൾക്ക് കേവലം 36 കോടിയാണ് ഞങ്ങൾ പിരിച്ചത്. അതിന് ഞങ്ങൾ അവിടെ ആംബുലൻസ് സംവിധാനം നടത്തി, ഞങ്ങൾ വൈറ്റ് കാർഡ് നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തി. നോക്കൂ നിങ്ങൾ, അവിടെ ഞങ്ങൾ 105 വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അവിടെ വിദ്യാഭ്യാസത്തിന് പ്രയാസമുള്ള കുട്ടികളെ അവരെ പഠിപ്പിക്കാനുള്ള പണം പ്രഖ്യാപനം അഭിമന്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തി. അവിടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരെ മുഴുവൻ അഭിമന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ KMCCയുടെ പ്രവർത്തകന്മാർ വിദേശത്ത് കൊണ്ടുപോയി ജോലി കൊടുത്തു. അവിടെ കച്ചവടക്കാർ, പീടികൾ നഷ്ടപ്പെട്ടു പോയവർ 1,00,000 രൂപ അവരുടെ കുടുംബങ്ങൾക്ക് അവർക്ക് കൈമാറി. അവിടെ ജീപ്പ് നഷ്ടപ്പെട്ടു പോയവർക്ക് ജീപ്പ്, ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ടു പോയവർക്ക് ഓട്ടോറിക്ഷ, ബൈക്ക് നഷ്ടപ്പെട്ടു പോയവർക്ക് ബൈക്ക്, ഈ റമദാനിൽ ഭക്ഷണ കിറ്റ് എല്ലാം ഞങ്ങൾ കൊടുത്തു. അത് മാത്രമാണോ? നോക്കൂ നിങ്ങൾ, അവിടുത്തെ രോഗികൾക്ക് അവർക്ക് മരുന്നിനാവശ്യമായ സൗകര്യം ഇതൊക്കെ കൊടുത്തു. ഞങ്ങൾ ആകെ പിരിച്ചത് 36 കോടി രൂപ.
ഗവൺമെന്റ് എത്രയാണ് പിരിച്ചത്? 763 കോടി രൂപ. ഞങ്ങളുടെ 15 MLA മാർ അഭിമന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ നിങ്ങളുടെ നിയോജകമണ്ഡലം MLA KP മജീദ് സാഹിബ് ഉൾപ്പെടെ 15 MLA-മാരുടെ 1 മാസത്തെ ഹോണറേറിയം കൊടുത്തത് പാണക്കാട്ട് തങ്ങളുടെ കയ്യിലല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിലാണ്. കാരണം MLA എന്ന രീതിയിൽ ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിക്കണമെന്ന് ഞങ്ങളെ പാർട്ടിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ ഹോണറേറിയം ഒരു നാണയത്തൊട്ട് ഞങ്ങൾ എടുത്തില്ല, അത് കൊടുത്തത് മുഖ്യമന്ത്രിക്കാണ്. എന്നിട്ട് ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം കൊണ്ടാണ് 36 കോടി രൂപ ഞങ്ങൾ ഉണ്ടാക്കിയത്. ഞങ്ങൾ ജലീലിനോട് ചോദിക്കുന്നത്, ഞങ്ങളുടെ 36 കോടിയിൽ മിസ്റ്റർ KT ജലീൽ നിങ്ങളുടെ 1 രൂപയുടെ നാണയത്തൊട്ടില്ല എന്ന് ഉറക്കെ പറയാൻ ഞങ്ങൾക്ക് കഴിയും. പക്ഷെ ഞങ്ങൾ തിരിച്ചൊരു ചോദ്യമുണ്ട്. ഞങ്ങളുടെ 15 MLA-മാരുടെ, ഞങ്ങളുടെ 2 MP-മാരുടെ, ഞങ്ങളുടെ പാർലമെന്റ് മെമ്പർമാരുടെ, അവരുടെയൊക്കെ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 763 കോടി രൂപയിൽ ഞങ്ങളുടെ പണമുണ്ട്. നിങ്ങൾ അറിയേണ്ടത്, ആ 763 കോടി രൂപ 1 വർഷം ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ, നിങ്ങൾ ഇവിടുത്തെ സഹകരണ ബാങ്കിൽ പോയി ചോദിച്ചോ, ഒരു 5, 7, 8% അല്ലെങ്കിൽ 10% കൂട്ടിക്കോ, ആ 10% വെച്ച് 763 കോടി രൂപ 1 വർഷം ബാങ്കിലിട്ടാൽ പലിശ ഇനത്തിൽ കിട്ടുക 76.3 കോടി രൂപയാണ്. 76.3 കോടി രൂപ പലിശ മാത്രം ഈ ഗവൺമെന്റ് 1 വർഷം കൊണ്ട് കിട്ടി. 1.5 വർഷത്തിലേക്ക് പോവാൻ ഞങ്ങൾ ആകെ പിരിച്ചത് 36 കോടിയാണ്. ഞങ്ങൾ കൊടുത്ത വീട്, ഞങ്ങൾ കൊടുത്ത ഭൂമി, ഞങ്ങൾ കൊടുത്ത കച്ചവട സൗകര്യങ്ങൾ, ഞങ്ങൾ കൊടുത്ത വിദ്യാഭ്യാസം, ഞങ്ങൾ കൊടുത്ത കിറ്റ്, ഞങ്ങൾ കൊടുത്ത ജീപ്പ്, ഞങ്ങൾ കൊടുത്ത ഓട്ടോറിക്ഷ, ഞങ്ങൾ കൊടുത്ത ബൈക്ക്, ഞങ്ങൾ കൊടുത്ത മറ്റു സൗകര്യങ്ങൾ, ഞങ്ങൾ കൊടുത്ത ചികിത്സാ സഹായം, ഞങ്ങൾ കൊടുത്തുള്ള മറ്റെല്ലാ തരത്തിലുള്ള സഹായങ്ങൾ, ഇത് മുഴുവൻ ഞങ്ങൾ കൊടുത്തത് കേവലം 36 കോടിയിൽ നിന്നാണെങ്കിൽ 763 കോടി രൂപ പിരിച്ച ഗവൺമെന്റിനോട് 1 വർഷക്കാലത്തെ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രം വെച്ച് പരിശോധിച്ചാൽ 73 കോടി രൂപ അണ്ണാക്കി തൊടാതെ വിഴുങ്ങിയ പിണറായി വിജയനോട് എന്റെ മകളെ കെട്ടിക്കാൻ വെച്ച 5 ലക്ഷം ഞാൻ കൊടുത്തത് പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് എന്ന് പത്രസമ്മേളനം നടത്തിയ KT ജലീലോട് ഞങ്ങൾ പറയുന്നത്, ലെറ്റ് ഗോ ആൻഡ് ആസ്ക്. നീ പിണറായി വിജയനോട് നീ ചോദിക്ക്, അവിടെ പോയി ചോദിക്കാനുള്ള ആത്മധൈര്യം നിനക്കുണ്ടാകണം. പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് വിരൽ ചൂണ്ടി ഞങ്ങളുടെ 36 കോടി എവിടെ എന്ന് ചോദിക്കുന്നുവെങ്കിൽ അത് പാവങ്ങൾക്ക് മരുന്നായി, അത് പാവങ്ങൾക്ക് വീടായി, അത് പാവങ്ങളുടെ വാഹനമായി, അത് പാവങ്ങളുടെ സൗകര്യങ്ങളായി ഞങ്ങൾ അവിടെ ചെലവഴിക്കുന്നുണ്ട്. 36 കോടി കൊണ്ട് ഞങ്ങൾക്ക് ഇതെല്ലാം നിർവഹിക്കാൻ കഴിയുമെങ്കിൽ 763 കോടി രൂപ ഒരു ഖജനാവിലെയും പണമല്ല, സാധാരണക്കാരന്റെ പണം വെച്ചാണ് നീ ജീവിക്കുന്നതെന്നും അതിന്റെ പലിശ മാത്രം 73 കോടി രൂപയുണ്ടാകുമെന്നും, ഞങ്ങൾ 2 കാർ കൊടുക്കുമ്പോ, ഞങ്ങൾ 2 ജീപ്പ് കൊടുക്കുമ്പോ, 4 ജീപ്പ് കൊടുക്കാൻ ഞങ്ങൾ 105 വീട് വെക്കുമ്പോ 1000 വീട് വെക്കാനുള്ള പണം നിന്റെ നേതാവിന്റെ അക്കൗണ്ടിലുണ്ട്. അത് പരിശോധിക്കാനാണ് മിസ്റ്റർ KT ജലീൽ താങ്കൾ തയ്യാറാകേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് അഭിവാദ്യങ്ങൾ നിന്ന് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത് ലീഗ്. അസ്സലാമു അലൈക്കും.